നഴ്സുമാരുടെ ഏറ്റവും വലിയ സംഘടനയായ നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലയിലെ ധനലക്ഷ്മി, കൊയിലി, ആശീർവാദ്, സ്പെഷ്യാലിറ്റി, കിംസ്, ഫാത്തിമ അടക്കമുള്ള ഹോസ്പിറ്റലുകളിൽ മുമ്പിൽ കഴിഞ്ഞ 15 ദിവസക്കാലം വലിയൊരു സമരത്തിലാണ്. തീർത്തും ന്യായപരമായ ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന പ്രവർത്തനമാണ് ഈ പറയുന്ന ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർത്തും ന്യായം എന്ന് പറയാൻ കാരണം 2018 ശേഷം മിനിമം വേജസ്, അതായത് ഗവൺമെന്റ് ഓൾറെഡി മിനിമം വേജസിനെ കുറിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ആ മിനിമം വേജസ് പോലും നൽകാൻ ഇവിടുത്തെ മാനേജ്മെന്റ് തയ്യാറല്ല എന്നുള്ളതാണ് ഈ സമരത്തോട് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ അനീതി. നമുക്കറിയാം, ജീവിത ചെലവിലെ അനിയന്ത്രിതമായ വർധനവ്, അതോടൊപ്പം മറ്റെല്ലാ മേഖലയിലും ന്യായപരമായി നീതിയുക്തമായി ശമ്പള കാര്യത്തിലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ വർധനവുണ്ടായിരിക്കുമ്പോൾ ഈ മേഖലയിലുള്ള മാനേജ്മെന്റ് രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് അർഹതപ്പെട്ട മിനിമം വേജസ് എന്ന അവരുടെ ആവശ്യത്തിന് പുറത്ത് മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 15 ദിവസക്കാലമായി കണ്ണൂരിൽ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾക്ക് മുമ്പിൽ വളരെ ശക്തമായ രീതിയിലുള്ള സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരത്തിന്റെ 2ാം ഘട്ടം എന്ന നിലയിൽ ജൂൺ 2 വൈകുന്നേരം 4 മണിക്ക് എല്ലാ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ സംഘടനകളും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളൊരു ഐക്യദാർഢ്യ സദസ്സും അതുപോലെ തന്നെ ഒരു പ്രതിഷേധ ജാഥയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാൾടെക്സ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ ജാഥയിൽ 100 കണക്കിന് വരുന്ന നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരും. ഈ പ്രതിഷേധത്തിന്റെ ഇതിനുമായി പിന്തുണ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ, കാരണം തീർത്തും ന്യായമാണ്. അടുത്ത കാലത്ത് മറ്റെല്ലാ മേഖലയിലും വർധന വന്നപ്പോൾ ഈ മേഖലയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാനേജ്മെന്റിന്റെ എതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഈ സമരം. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. കാരണം മുഖ്യധാര മാധ്യമങ്ങളെ ആരും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. മറ്റു കാര്യങ്ങൾക്കൊന്നുമല്ല. നമ്മുടെ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ് നഴ്സുമാരും അതുപോലെ തന്നെ ആശുപത്രിയൊക്കെ. അവരുടെ ഈ സമരം നമുക്കറിയാം, അവരൊക്കെ പരിണിതപ്രജ്ഞരായ ഒരുപാട് ഇതുപോലുള്ള സേവന തൽപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ്, സമൂഹത്തോട് കടപ്പാടുള്ളവരാണ്. പലപ്പോഴും അവർക്ക് കിട്ടുന്ന വേതനത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മേഖലയിൽ സേവനം ചെയ്യുന്നവരാണ്. അവരുടെ സമരവുമായി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. ഇത് കൂടുതൽ ഇതിന്റെ കാര്യങ്ങൾ നമുക്കറിയാം, എന്താണ് ഇതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള അവരെ ബാധിച്ച പ്രശ്നം എന്നതിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് ഇവിടെ വിവരിക്കും. അന്ന് ഞങ്ങളടുത്ത് ഇങ്ങനൊരു നിലപാടാണ് മാനേജ്മെന്റ് എടുത്തത് എന്നുള്ളത് സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും സർക്കാരിന് ഇതിന് തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ സർക്കാർ മിനിമം വേജസ് കമ്മിറ്റി രൂപീകരിക്കുകയും 6 മാസം കൊണ്ട് തീർക്കേണ്ട പ്രൊസീജിയർ 2 വർഷം കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് മാനേജ്മെന്റിന്റെ പല പ്രതിഷേധങ്ങളെ കൊണ്ട് നീണ്ടു പോയി 2025 ഡിസംബർ 27 അവസാന ഘട്ടം അന്നത്തെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ മധ്യസ്ഥതയിൽ ഡിസംബർ 27 ശമ്പള വർധന പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന്റെ സർക്കാരിന്റെ പ്രൊസീജിയർ മാത്രം പെൻഡിങ് ആയിട്ടാണ് മാർച്ച് മാസം 6-ാം തീയതി ആ ശമ്പള വർധനവ് സർക്കാർ പ്രഖ്യാപിച്ചു.
എന്നാൽ ഇപ്പോഴത്തെ മാനേജ്മെന്റിന്റെ നിലപാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കരട് വിജ്ഞാപനം മാത്രമാണ്, അതിൽ ഞങ്ങൾ നൽകാൻ തയ്യാറല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. 6 മാസം കൂടേണ്ട പ്രൊസീജിയർ 2 വർഷത്തോളം അവർക്ക് നീട്ടിക്കൊണ്ടുപോയി. ഈ കാലയളവിൽ പല ആശുപത്രികളിലും ജോലി ചെയ്ത നഴ്സുമാര് വിദേശ ജോലിയും മറ്റുള്ളതും കിട്ടി ഇവര് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇവർക്കൊന്നും ഇതിൽ പറയുന്ന, അതായത് ഈ 2026 മാർച്ച് 6 പ്രഖ്യാപിച്ച മിനിമം വേജിന്റെ അരിയർ ഈ മാനേജ്മെന്റിന് കൊടുക്കേണ്ടി വരില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ മിനിമം വേജിനെ അവർ തടഞ്ഞു നിർത്തുന്നത്. നിലവിൽ 44 മാസ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ ഈ ജീവനക്കാർക്ക് കൊടുക്കാനാണ് മിനിമം വേജിൽ പ്രഖ്യാപിച്ചത്. കാരണം പഴയ മിനിമം വേജിന്റെ കാലാവധി എന്ന് കഴിഞ്ഞോ അന്ന് മുതലുള്ള ഒരു ശമ്പള വർധനമാണ് ഇപ്പൊ പ്രഖ്യാപിച്ചത്. ഈ ശമ്പള വർധനം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും മിനിമം വേജിൽ ഒരുപാട് വർധന വന്നെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ ഇപ്പോഴത്തെ മിനിമം വേജിൽ നിന്ന് 100 ബെഡിൽ മുകളിലുള്ള ആശുപത്രികളിൽ 4000 രൂപയും 100 ബെഡിൽ താഴെയുള്ള ആശുപത്രിയിൽ 3300 രൂപയുടെ വർധനവ് മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു പുതിയ സ്റ്റാഫിനുള്ള വർധനവാണ് അതിൽ വന്നത്. അത് കൊടുക്കാൻ അവർ നൽകില്ല എന്ന് പറയുന്നത് ഇപ്പൊ പൊതുജനങ്ങളെയും രോഗികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് പറയുന്നത് നഴ്സുമാർ ശമ്പളം കൂട്ടിക്കഴിഞ്ഞാൽ ആശുപത്രി ചെലവ് കൂടുമെന്നുള്ളൂ. 2018 ആശുപത്രി ചെലവാണോ ഇപ്പൊ നിങ്ങളിൽ നിന്ന് മേടിക്കുന്നത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2018 ചികിത്സയിലേക്കാൾ ഒരുപാട് ഇരട്ടി ചികിത്സാ ഫീസും മറ്റുള്ള ചെലവുകൾ അവർ കൂട്ടിയിട്ടും ഈ പറയുന്ന ജീവനക്കാർക്ക് ഒരു വർധനവിന് മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല.